എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ HTML വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്കറിയാം ബോഡിക്കകത്താണ് നമ്മൾ ടേബിൾ മറ്റെല്ലാ കണ്ടന്റുകളും ഉൾപ്പെടുത്തുക. ഓൾറെഡി നമ്മൾ HTML ബേസിക്സ് ഒക്കെ പറഞ്ഞു പോയതാണ്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ടേബിൾ കാണാനായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ടാഗിനകത്ത് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗിനകത്ത് നമ്മൾ കയറിയിട്ട് ടേബിൾ എന്ന് പറയുന്ന HTML ടാഗ് ആദ്യം ഓപ്പൺ ചെയ്യുന്നു. ടേബിൾ ടാഗ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുന്ന അപ്പോൾ തന്നെ നമ്മൾ ടേബിൾ ടാഗ് ക്ലോസ് കൂടി ചെയ്യുക. പിന്നീട് മറന്നു പോകാതിരിക്കാനായിട്ടാണ് ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് ബെറ്റർ. അത് സിമ്പിൾ നോട്ട് പാഡിലാണ് ഈ പ്രശ്നമുള്ളത്. അല്ലാത്ത നമ്മുടെ അഡ്വാൻസ് നോട്ട് പാഡുകളിലൊക്കെ ഓൾറെഡി ക്ലോസ് ആയിക്കോളും. ഓക്കെ, നമ്മൾ ടേബിൾ ഓപ്പൺ ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മൾ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റോയും കോളവുമാണ് ടേബിൾ അല്ലേ. അപ്പോൾ റോയും കോളവും ചേർന്ന സ്ട്രക്ചറാണ് ടേബിൾ നമുക്കറിയാം. അതിനകത്ത് ടേബിൾ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. TR എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസ് കൂടെ ചെയ്യുക കേട്ടോ. TR ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ടേബിളിനകത്ത് നമ്മൾ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുപയോഗിച്ച ടാഗാണ് TR ടാഗ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TR ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു റോയ്ക്കുള്ള ടാഗുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റോയ്ക്കകത്തേക്ക് നമ്മൾ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. ഇതിനകത്ത് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു ടാഗ് ഉപയോഗിക്കും. അതേപോലെയാണ് TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഡേറ്റ. അപ്പോൾ നമ്മൾ TR എന്ന് പറയുന്ന ആദ്യത്തെ റോയ്ക്കകത്തോട്ട് നമ്മൾ TD എന്ന് പറഞ്ഞ് മറ്റൊരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. TD ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. TD ടാഗ് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ക്ലോസ് ചെയ്യുക. എല്ലാ ടാഗും അങ്ങനെ തന്നെ ചെയ്താണ് ബെറ്റർ. TD ടാഗ് നമ്മൾ ക്ലോസും കൂടി ചെയ്തു. ഓക്കെ, ഇതിനിടയിലുള്ള സ്പേസിലാണ് ആദ്യത്തെ ഡേറ്റ ഐറ്റം കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ നമ്പർ എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ റോയിലെ ആദ്യത്തെ ഡേറ്റ ഐറ്റം അതാണ് TR എന്ന് പറയുന്നത് റോയാണ്. അതിനകത്ത് ആദ്യത്തെ ഡേറ്റ ഐറ്റമാണ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വീണ്ടും ഡേറ്റ ഐറ്റം ആഡ് ചെയ്യാം. അതിന് മുമ്പാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സേവ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഫയല് സേവസ്, നമ്മൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ഫയലിൻ്റെ പേര് എന്താണ് വേണ്ടത് അത് കൊടുക്കുന്നു. .html കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഫയൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നമ്മുടെ കിടപ്പുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒരു റോയ്ക്ക് ക്രിയേറ്റ് ചെയ്തു. ആ റോയ്ക്കകത്തൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്തു. നോക്കുക, ജസ്റ്റ് നമ്പർ എന്ന് മാത്രം ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം നമ്പർ നമ്മുടെ ഒരു റോയ്ക്കകത്ത് ഒരു ഡേറ്റ ആയിട്ട് നമ്മൾ കൊടുത്താണ് നമ്പർ. അപ്പം നമ്പർ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ഡേറ്റ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ടേബിളിൻ്റെ സ്ട്രക്ചറൊന്നും വന്നിട്ടുമില്ല. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഡേറ്റ ഐറ്റം കൂടി ഇവിടെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി വീണ്ടും TD ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ TRനകത്ത് നമ്മൾ അടുത്ത ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുന്നു. TD ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ നമ്പറിൻ്റെ അവിടെ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഡേറ്റ ഐറ്റമാണ് നെയിം. ഓക്കെ, രണ്ടാമത്തെ ഡേറ്റ ഐറ്റം നമ്മൾ കൊടുത്തു. ഒന്നുകൂടെ റൺ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ നെയിം എന്നാലും ഒരു ടേബിൾ ആയിട്ടില്ല അല്ലേ. ജസ്റ്റ് ആ ഡേറ്റ രണ്ടും കൂടെ പിറക്കി വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി വീണ്ടും ഞാൻ ഒരു ഡേറ്റ ഐറ്റം കൂടി ആഡ് ചെയ്യുവാണ്. വീണ്ടും നമ്മളൊരു TD എൻ്റർ ചെയ്ത് വീണ്ടും ഒരു ഡേറ്റ ഐറ്റം കൂടി ആഡ് ചെയ്തു. മൂന്നാമതൊരു ഐറ്റം കൂടി ഞാൻ ജസ്റ്റ് മാർക്ക് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്പർ നെയിം മാർക്ക്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നെയിമും മാർക്ക് ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും ടേബിളിൻ്റെ അനക്കൊന്നും വന്നിട്ടില്ല. നമ്പർ നെയിം മാർക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, കോഡിലേക്ക് വരാം. ഇനി നമ്മുടെ ടേബിൾ ഓപ്പണിംഗ് ടാഗ് എടുക്കുക. അതിനകത്ത് ഒരു പ്രോപ്പർട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കണം. ആ ആട്രിബ്യൂട്ട് പേരാണ് ബോർഡർ. BORDER. ബോർഡർ ഈക്വൽ ടു നമുക്ക് നമ്പർ കൊടുക്കാം. 1 മുതൽ എത്ര നമ്പർ വേണം കൊടുക്കാം. ജസ്റ്റ് ഞാൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ നെയിം മാർക്ക് നോക്കുക, അത് ചുറ്റൊരു ബോർഡർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ടേബിൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡർ പ്രോപ്പർട്ടിക്ക് വാല്യൂ കൊടുത്താൽ മാത്രമേ ടേബിളിന് ബോർഡർ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് ബോർഡർലെസ് ആയിട്ടായിരിക്കും ടേബിൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അടുത്ത റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത TR ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനകത്ത് ഇതുപോലെ TD ഡേറ്റ ഐറ്റംസ് കൊടുക്കുക. ഓക്കെ, അടുത്ത TR ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് TR ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ വാല്യൂസ് ഒരു 3 TDCകത്ത് വാല്യൂസ് മാറ്റി കൊടുക്കുവാണ്. നെയിമിൻ്റെ നമ്പറിൻ്റെ സ്ഥലത്ത് 1 എന്ന് കൊടുത്തു. ജസ്റ്റ് മറ്റൊരു നെയിം കൊടുത്തു. ഒരു മാർക്ക് കൂടി എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം.
നോക്കുക, തൊട്ട് താഴെ നമ്പറിന് താഴെ 1, നെയിമിന് താഴെ അപ്പ് എന്ന് വന്നിട്ടുണ്ട്, മാർക്കിന് താഴെ 45. അപ്പോൾ ഈ രീതിയിൽ എത്ര TD വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കറക്റ്റായിട്ട് ആ എണ്ണം എത്ര റോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ആ റോയിലേക്ക് കറക്റ്റ് മുകളിൽ കൊടുത്ത അത്രയും ഡേറ്റ ഐറ്റം തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേബിളിൻ്റെ സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. നമുക്ക് ഒരെണ്ണം കൂടി ജസ്റ്റ് 1-2 ഡേറ്റാസ് കൂടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ടേബിൾ റോ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഒരു ടാഗ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. കോളം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടാഗ് ഒന്നും ഉപയോഗിച്ചില്ല അല്ലേ. കോളം ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ടാഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. റോ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോളം കിട്ടും. കാരണം റോസ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോളംനാർ വ്യൂ കിട്ടും. അപ്പോൾ HTML-നകത്ത് ടേബിളിനകത്ത് കോളം ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ടാഗൊന്നുമില്ല. നമ്മൾ ടേബിൾ റോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കോളം നോക്കുക. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഹെഡിങ് മാറ്റി നിർത്തിയാൽ പോലും 3 റോ ഉണ്ട്. ഹെഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും 4 റോ ഉണ്ട്, 3 കോളംസും ഉണ്ട്. നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, റോസ് ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തായി, ആ റോസ് എല്ലാം കൂടി ചേർന്ന് നമുക്കവിടെ കോളം ഫോം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടേബിൾ ടാഗ് ഉപയോഗിച്ച് ടേബിൾ ടാഗിനകത്ത് TR ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു, അതിനകത്ത് TD ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അത് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ആ ഓർഡറിൽ തന്നെ താഴേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ HTML ടേബിളിൽ ഇത് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, കുറേ ആട്രിബ്യൂട്ട്സ് ഒക്കെ HTML ടേബിളിന് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ബേസിക്കലി ഒരു HTML ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. HTML പഠിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകട്ടെ. ഇനിയും കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.